നമസ്കാരം. വാർത്തയിൽ ഇന്ന് പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നയപ്രഖ്യാപനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി. സമസ്ത മേഖലയിലും മുന്നേറ്റം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായി. പാർലമെന്റിൽ നാരീ ശക്തിയുടെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി. കാശിയിലെ ഗ്യാൻവാപി പള്ളിയിൽ പൂജ നടത്താൻ അനുമതി. പള്ളിയുടെ നിലവറയിൽ ആരാധനയാകാമെന്ന് വാരണാസി ജില്ലാ കോടതി. യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശബരിമലയെ തകർക്കാൻ ശ്രമമെന്ന് ദേവസ്വം മന്ത്രി. ചിലരുടെ സമരം പ്രത്യേക ലക്ഷ്യത്തോടെ മാലയൂരി മടങ്ങിയത് കപട ഭക്തരെന്നും കെ രാധാകൃഷ്ണൻ. രാഷ്ട്രീയ അജണ്ട പരിശോധിച്ചോളൂ എന്ന് പ്രതിപക്ഷം. ഭക്തരുടെ മടക്കം മാനസിക വിഷമത്തോടെയെന്ന് BJP. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. നിയമനം റദ്ദാക്കി ഹൈക്കോടതി. CN രാമന് മതിയായ യോഗ്യതയില്ല. വിരമിക്കൽ ആനുകൂല്യമടക്കം നൽകരുതെന്നും കോടതി. നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും. അല്പം തലയോട്ടി തന്നെ പറയാൻ കഴിയും. മകൾക്കെതിരായ ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ആരോപണങ്ങളിൽ ഭയമില്ല. കൈകൾ ശുദ്ധം. ഒന്നും തന്നെ ഏശില്ലെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണവുമായി PV അൻവർ. കേരളയിൽ നടപ്പാക്കാതിരിക്കാൻ വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു. ഇടനിലനിന്നത് KC വേണുഗോപാൽ എന്നും ആരോപണം. അൻവറിനെ പരിഹസിച്ച് സതീശന്റെ മറുപടി. കെ ബാബു MLA സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. പിടിച്ചെടുത്തത് 25.82 കോടി രൂപയുടെ സ്വത്ത്. മന്ത്രിയായിരുന്ന കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് കേസ്. അവിടുത്തെ വോട്ടർമാരുടെ KC വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും KC വരെ മത്സരിക്കുന്നതോട് താല്പര്യമാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന് കൊടിക്കുന്നിൽ. പട്ടികജാതിക്കാരന് KPCC അധ്യക്ഷ സ്ഥാനം എളുപ്പമല്ല. തന്നേക്കാൾ ജൂനിയറായവർക്ക് വലിയ പദവികൾ കിട്ടി. അതിന് പറ്റിയ സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. വിധി സ്മിത കൊലക്കേസിൽ മറ്റ് 2 കൊലപാതകങ്ങളിലും ഇരട്ട ജീവപര്യന്തം. PC ജോർജ് BJPയിൽ. ജനപക്ഷം BJPയിൽ ലയിച്ചു. ഷോൺ ജോർജും അംഗത്വമെടുത്തു. പുതിയ ഭാരതത്തിന്റെ ഉദയത്തിന് തുടക്കമായെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വനിതാ സംവരണ ബില്ലും മുത്തലാഖ് നിരോധനവും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമടക്കം സർക്കാരിന്റെ വികസന നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമായി. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിനായി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ചെങ്കോലുമായാണ് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 മാസത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. 1 വർഷത്തിനിടയിൽ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി. രാജ്യം വികസന പാതയിലാണെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. जो आजादी के अमृत काल में विकसित भारत का निर्माण करेगी. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി.
മുത്തലാഖ് നിരോധിച്ചതും 3 പതിറ്റാണ്ടിന് ശേഷം വനിതാ സംവരണ ബിൽ നടപ്പാക്കിയതും ചരിത്ര നേട്ടമായി. ജമ്മു കശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമായി. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.5% മുകളിലാണ്. 25 ലക്ഷം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. G20 ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി. ചന്ദ്രയാൻ ദൗത്യവും പ്രസംഗത്തിൽ രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. चंद्रमा के दक्षिण ध्रुव पर झंडा फहराने वाला पहला देश बना. भारत ने सफलता के साथ आदित्य मिशन लॉन्च किया. धरती से 15 लाख किलोमीटर दूर अपनी सैटेलाइट पहुंचाई. राम मंदिर के निर्माण की आकांक्षा सदियों से थी. आज ये सोच हो चुका है. രാജ്യത്തിന്റെ ധനക്കമ്മി നിയന്ത്രണ വിധേയമാണ്. ഡിജിറ്റൽ ഇന്ത്യ ആയിരങ്ങളുടെ ജീവിതം എളുപ്പമാക്കി. വിമാന ട്രെയിൻ യാത്രാ നിരക്കുകൾ കുറഞ്ഞു. 1003 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. വന്ദേ ഭാരത് വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണ്. വിദേശ നിക്ഷേപം ഇരട്ടിയായി. GST നൽകുന്നവരുടെ എണ്ണം കൂടി. ഭീകരതയ്ക്ക് ശക്തമായ മറുപടി നൽകുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഉണർവുണ്ടായെന്നും ദ്രൗപദി മുർമു വിശദമാക്കി. अधिनियम से डिजिटल स्पेस और सुरक्षित होने वाला है. अब हम जीवन में पहली बार बड़े पैमाने पर गरीबी को दूर होने देख रहे हैं. नीति आयोग के अनुसार मेरी सरकार के 1 दशक के कार्यकाल में करीब 25 करोड़ देशवासी गरीबी से बाहर निकले हैं. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അവതരിപ്പിക്കുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ. ഈ ബജറ്റ് സമ്മേളനം നാരീ ശക്തിയുടെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് ചരിത്ര നീക്കമായെന്നും സ്ത്രീ ശക്തിയുടെ പ്രകടനമാകുമെന്നും മോദി. പ്രതിപക്ഷ ശബ്ദം ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കായി ഉയരണമെന്നും പ്രധാനമന്ത്രി. नारी शक्ति के संकल्प की शक्ति को अनुभव किया और आज बजट सत्र का आरंभ हो रहा है. तब राष्ट्रपति द्रौपदी मुर्मू जी का मार्गदर्शन और कल निर्मला सीतारमण जी के द्वारा इंटरिम बजट एक प्रकार से ये नारी शक्ति के साक्षात्कार का पर्व है. किस प्रकार से देश ने कर्तव्य पथ पर नारी शक्ति के सामर्थ्य को, नारी शक्ति के संकल्प की शक्ति को अनुभव किया. നാരി ശക്തി ഉയർത്തിപ്പിടിക്കുമോ ബജറ്റ്? സ്ത്രീകൾക്കായി കരുതി വെക്കുന്നതെന്ത്? ബജറ്റ് അവലോകനം സ്ത്രീപക്ഷത്ത് നിന്ന്. വിമൻ ഇൻ ബജറ്റ് നാളെ ഉച്ചയ്ക്ക് 3 മുതൽ 4 വരെ തത്സമയം. കെ ബാബു MLAയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി. ടോം കുര്യാക്കോസ് ചേർന്നു. ടോം, വാർത്തയുടെ വിശദാംശങ്ങൾ. 2007 ജൂലൈ മുതൽ 2016 മെയ് വരെയുള്ള കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ബാബു MLAയുടെ 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. നിലവില് MLA ആയ കെ ബാബുവിനെതിരെ വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് നേരത്തെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ തന്നെ 2020 തന്നെ EDയും സമാന്തരമായി തന്നെ കേസെടുത്തിരുന്നു. കെ ബാബുവിനെതിരെ അന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ കെ ബാബുവിന്റെ 25 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടെത്തിയത്. നേരത്തെ കേസിൽ ED കെ ബാബുവിനെ 2020 ചോദ്യം ചെയ്തതാണ്. കെ ബാബുവിന് 100 കോടിയുടെ സ്വത്തുണ്ടെന്നും ഇതിൽ 41% അനധികൃതമായി സമ്പാദിച്ചതാണെന്നും കാട്ടി 2018 കെ ബാബുവിനെതിരെ വിജിലൻസ്
കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതാണ്. കേസിൽ തന്നെ കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാബു വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പിന്നീട് ഫലമുണ്ടായിരുന്നില്ല. അതായത് ഈ മന്ത്രിയായിരുന്ന കാലയളവിൽ കെ ബാബു ഈ മന്ത്രിയായിരുന്ന കാലയളവിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഉയർന്നു വരികയും അന്ന് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തത്. ഒടുവിൽ ആ കേസിന്റെ അന്വേഷണം ED കൂടി നടത്തുകയായിരുന്നു. അതിന്റെ നടപടിയായിട്ടാണ്, അതായത് കെ ബാബു MLA അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ 25 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുവകകൾ ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ധന്യ. നന്ദി ടോം. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA P ബാലചന്ദ്രനെതിരെ പാർട്ടി നടപടി. ബാലചന്ദ്രന് പരസ്യ താക്കീത് നൽകും. CPI ജില്ലാ എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ശ്രീരാമനെയും ഹൈന്ദവ മതത്തെയും അപമാനിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് നടപടി. ഇന്ന് ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ MLA വിശദീകരണം നൽകിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ഇടതു സംഘടനാ നേതാവായ CN രാമന്റെ നിയമനമാണ് റദ്ദാക്കിയത്. ഹൈക്കോടതിയോട് ആലോചിക്കാതെ നിയമനം നടത്തിയെന്ന് കാട്ടിയാണ് നടപടി. CN രാമന് മതിയായ യോഗ്യതയില്ലെന്നും കോടതി വിലയിരുത്തി. CN രാമന് വിരമിക്കൽ ആനുകൂല്യമടക്കം നൽകരുതെന്നും കോടതി. പമ്പയിലും പന്തളത്തും മാലയൂരി മടങ്ങിയത് കപട ഭക്തരെന്ന് ദേവസ്വം മന്ത്രിയുടെ വിവാദ പ്രസ്താവന. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു K രാധാകൃഷ്ണൻ. പ്രസ്താവനയ്ക്ക് പിന്നാലെ BJPയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും മന്ത്രിക്കെതിരെ രംഗത്തെത്തി. ഇതര സംസ്ഥാന ഭക്തർ ഉൾപ്പെടെ എത്തുന്ന ശബരിമലയിൽ സൗകര്യമൊരുക്കാതെ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തീർത്ഥാടകർ ക്യൂ നിന്നത് 16 മുതൽ 18 മണിക്കൂർ വരെ. നിലയ്ക്കലിൽ നിന്ന് കുത്തിനിറച്ച് യാത്ര നടത്തിയ ബസ്സുകളും ബസ് പോലും കിട്ടാതെ വലഞ്ഞ അയ്യപ്പ ഭക്തരും ദുരിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞു. എന്നിട്ടും ഇതെല്ലാം ചിലർ ആസൂത്രിതമായി നടത്തിയതാണെന്ന് ദേവസ്വം മന്ത്രി. മാത്രമല്ല, സന്നിധാനത്തെത്താതെ മാലയൂരിയത് കപടഭക്തരാണ് എന്നും മന്ത്രി പ്രസ്താവിച്ചു. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് വീഴ്ചയാണ് ആസൂത്രണത്തിലെ പ്രധാന പിഴവായി പ്രതിപക്ഷത്ത് നിന്ന് M വിൻസെന്റ് MLA ചൂണ്ടിക്കാട്ടിയത്. അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000-ആയി പരിമിതപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-ഓ 80,000-ഓമായി മാറി. അപ്പൊ 80,000 പേർ വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഭക്തർ എത്തുന്ന ശബരിമലയിൽ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല. മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ഏറെ മാനസിക ബുദ്ധിമുട്ടോടെയാണ് ഭക്തർ മാല ഊരി മടങ്ങിയത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ക്യൂ നിന്ന് കുഴഞ്ഞു വീണാൽ എന്തു ചെയ്യുമെന്നും K രാധാകൃഷ്ണൻ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണെന്നും സുരേന്ദ്രൻ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കും? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? അത് ശബരിമല തീർത്ഥാടനത്തിലെ ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കളിയാക്കിയിരിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ശബരിമല തീർത്ഥാടകരോടായതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും മ്ലേച്ഛമായ നീചമായ പരാമർശങ്ങൾ നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാശിയിലെ ഗ്യാൻവാപി പള്ളിയിൽ ആരാധന നടത്താൻ ഹൈന്ദവ വിഭാഗത്തിനും അനുമതി. ഹൈന്ദവ വിഭാഗത്തിന്റെ ഹർജി പരിഗണിച്ചാണ് പൂജയ്ക്ക് അനുമതി നൽകിയത്. വാരണാസി ജില്ലാ കോടതിയുടേതാണ് തീരുമാനം. പള്ളിയുടെ
തെക്ക് ഭാഗത്ത് സീൽ ചെയ്തെടുത്താണ് ആരാധനയ്ക്ക് അനുമതി. പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന വാദത്തെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തിയിരുന്നു. 7 ദിവസത്തിനകം ആരാധന നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. PC ജോർജ് ഇനി BJPയിൽ. PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി BJPയിൽ ലയിച്ചു. ഡൽഹി BJP ആസ്ഥാനത്തെത്തി PC ജോർജും ഷോൺ ജോർജും അംഗത്വമെടുത്തു. ഞാനിതൊന്നും ആവശ്യപ്പെടുന്നത് പാർട്ടി നേതൃത്വം പറയുന്നത് അവരെന്നോട് പറയാണ്, BJPയുടെ നേതൃത്വം പറയാണ്, നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണം. ഞാൻ പ്യൂണായിട്ടിരിക്കും. ലയന സമ്മേളനമുണ്ട്. തീർച്ചയായിട്ടും ലയന സമ്മേളനം മിക്കവാറും തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് ആലോചിച്ചത്. ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ഉടനെ ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് ചിരി വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഞാനാണെന്ന് ചോദിക്കും. ഇനി ഞാൻ നിൽക്കണോ വേണ്ട തീരുമാനം എനിക്കെന്ത് അവകാശം? അത് എന്തർത്ഥം? അത് BJPയുടെ ഞാൻ BJPയുടെ പ്രവർത്തകനാണ്. ഒരു സംശയമുണ്ട്. BJP നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട. ഒരു കാര്യം പറയാം, ഒരിക്കലും നിൽക്കണമെന്നുള്ള ആഗ്രഹം പോലും ഒരിടത്തും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിതൊന്നും ചോദിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, പദവികളൊക്കെ തന്നെ പ്രവർത്തനത്തോട് വന്നു ചേരുന്നതാണ്. ഞാൻ പദവിക്ക് വേണ്ടി ഇതേ ചോദിച്ചോ? ഒരു പദവിയും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാനങ്ങനെ ചോദിക്കുന്ന പ്രശ്നവുമില്ല. യാതൊരു തർക്കവുമില്ല. കാരണത്തിലാണെന്ന് വെച്ചാൽ BJPയുടെ പ്രവർത്തകർ ഇതുവരെയും BJPയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും ജയിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു. ഇനി BJPയുടെ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെട്ട BJPയുടെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ജയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ജയിക്കാൻ വേണ്ടി മത്സരം. കാരണം മിനിമം 5 സീറ്റെങ്കിലും, 5 കൂടുതൽ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ പറയാത്തത് പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലോട്ട് വിടണ്ട. അത് അങ്ങനെ ഒരു താരതമ്യപ്പെടലും വേണ്ട. AK ആന്റണിയുടെ മകനാണ് അദ്ദേഹം. AK ആന്റണിയുടെ മകനാണെന്നെങ്കിൽ ഞാൻ കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അത് എന്റെ ഈ വരവായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് വ്യക്തി എന്ന നിലയിലാണ്. പിന്നെ ഏതോ ഒരു അച്ഛൻ വന്നു പറഞ്ഞു ഇങ്ങനെ പത്രത്തിൽ ഞാൻ കണ്ടു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2023 ഡിസംബർ 9 കൂടിയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടിയിലേക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ ഇത് വല്ല അർത്ഥമുണ്ടോ ചോദിക്കാനകത്ത്? ഇനി വീണ്ടും നിങ്ങൾ എന്താ എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നു? ഏത് ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കൻ മാത്രമല്ല. ഞാൻ കത്തോലിക്കനാണ്. കത്തോലിക്കൻ മാത്രമല്ല, പെന്റിക്കോസ്റ്റ് ഉണ്ട്, CSI ഉണ്ട്, ജാക്കബറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ മർത്തോമ സഭയുണ്ട്. ഏറ്റവും പ്രബല സഭയാണ് മർത്തോമ സഭ. ഈ സഭയ്ക്കൊക്കെയുള്ള നേതാക്കന്മാർ, ബിഷപ്പന്മാരും നേതാക്കന്മാരും ഉണ്ട്. ഇവരോടെല്ലാം ഞാൻ ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കമ്മിറ്റി ഡിസംബർ 9 കൂടി കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? 95% പേരും BJP ചേരണമെന്ന് പറഞ്ഞു. ഒരു 5% നമ്മൾ BJPയോടൊപ്പം നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു 5 അംഗ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് ചേരാനാണ്. അതാണ് ചേരാൻ തീരുമാനിച്ചത്. ഒരു വാക്ക് പറഞ്ഞു വെച്ച് വാക്ക് വ്യത്യാസം ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു കമ്മിറ്റി വെച്ചപ്പോൾ ആ കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കണം. അതാണ് സത്യം. There is a parampara of आने वाले ലാത്തിചാർജ് എന്നാൽ കാട്ടാളത്തമാകാൻ പാടുണ്ടോ? തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ അടിക്കരുതെന്ന് പോലീസിനുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുമ്പോൾ അതിന് പലപ്പോഴും കടലാസിന്റെ വില മാത്രമാണ്. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ നേരിടുമ്പോൾ ലാത്തിക്ക് ഭ്രാന്ത് പിടിക്കാൻ പാടില്ല. പോലീസായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യം തന്നെ നൽകുന്ന പരിശീലനങ്ങളിൽ ഒന്നാണ് ലാത്തിയുടെ പ്രയോഗം എങ്ങനെ വേണമെന്നത്. അക്രമാസക്തമായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുനോക്കാം. അതായത് പരിശീലനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ലാത്തിയടി തലയ്ക്ക് നേരെ നീളുന്നില്ല. ഇനി 2019 പോലീസ് ആസ്ഥാനം ലാത്തിചാർജ് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലർ കാണാം. ഇതിൽ പറയുന്നുണ്ട് ലാത്തിചാർജ് എങ്ങനെ വേണമെന്നത്. തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല.
എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക മേഘ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നത്? വീശിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിട്ട് മുഖം തിരിച്ചതാണ് എൻ്റെ തലയുടെ പുറകിലടിച്ചു. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. യൂത്ത് കോൺഗ്രസ് നേതാവായ തൊടുപുഴ സ്വദേശി സമദിന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ചതും തലയ്ക്കു തന്നെ. ജീവച്ഛവങ്ങളെ സൃഷ്ടിക്കുന്ന തരത്തിലാകരുത് ലാത്തിച്ചാർജുകൾ. പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അക്രമത്തെ അടിച്ചമർത്താം, എന്നാൽ കൊല്ലാക്കൊലയാകരുത്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 4750 രൂപ, പവന് 38,000 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി